കേരള ബ്ലാസ്റ്റേഴ്സ് യുവതാരങ്ങളെയും വിദേശ താരങ്ങളെയൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ പേരിൽ വളരെ വലിയ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് ഈ ഒരു സീസണെ അഭിമുഖീകരിക്കുന്നത് വളരെ വലിയ നഷ്ടങ്ങളുമായിട്ടാണ്. കാരണം 33 കോടി രൂപയായിരിക്കും ഈ ഒരു സീസൺ അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വരുന്ന നഷ്ടം. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു സീസണിലേക്ക് താൽക്കാലികമായിട്ട് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സർവൈവലിന് വേണ്ടി തുടർന്ന് പോകാം എന്നുള്ള ഡിസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ മികച്ച കാര്യമാണ്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ വന്നു എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഇത്രയും വലിയ പൊട്ടൻഷ്യലുള്ള, ഇത്രയും വലിയ ബ്രാൻഡ് വാല്യൂ ഉള്ള ക്ലബിനെ പിശുക്കി പിടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ വളരെ വലിയ രീതിയിൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പ് ഈ ഒരു ക്ലബ്ബിലേക്ക് ഉണ്ടായിരുന്നു. അത് 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 വേറെ കാര്യം. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ എന്തുകൊണ്ട് 33 കോടി രൂപ നഷ്ടം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലറി, മറ്റു കാര്യങ്ങൾ എല്ലാം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചിലവ് ഈ ഒരു സീസണിൽ 40 കോടി രൂപയോളം വരും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടാൻ പോകുന്ന റവന്യൂ എന്താണെന്ന് വെച്ചാൽ വെറും 7 കോടി രൂപ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നുള്ളൂ. കാരണം ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് പാർട്ടിസിപ്പേഷൻ ഫീ ആയിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് പൈസ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് സെൻട്രൽ പൂൾ റവന്യൂ ഇനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊന്നും കിട്ടുന്നില്ല. ടിക്കറ്റ് റവന്യൂയിലൂടെ കിട്ടാൻ പോകുന്ന എമൗണ്ടും കുറവാണ്. നേരത്തെ ഉള്ളത്ര സ്പോൺസേഴ്സിനെയും കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നില്ല. പക്ഷേ നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളിൽ ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. ഇന്നലെയും 2 സ്പോൺസേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തില്ല. എന്തിനാണ് ഇവന്മാർക്ക് നിരന്തരം സ്പോൺസേഴ്സ് വരുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് എന്നായിരുന്നു ചിന്ത. അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. ഇപ്പം ബ്ലാസ്റ്റേഴ്സിന് 33 കോടി രൂപ എങ്ങനെ പോയാലും നഷ്ടം വരുമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. അവർ ഈ പറയുന്നത്ര എന്താണ് പറയുന്നത്, ഈ പറയുന്നത്ര പ്രതിഫലമൊക്കെ വിദേശ താരങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ് കേട്ടോ. ഈ ഫേസ് വാല്യൂ യഥാർത്ഥ വാല്യൂവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഫേസ് വാല്യൂ തന്നെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടത്തിലാണ്. ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നഷ്ടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഇറങ്ങി യാതൊരു സംശയമില്ല. അടച്ചുപൂട്ടാതെ ക്ലബ്ബ് നടത്തിയത് തന്നെ വളരെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് ക്ലബ്ബ് എത്തിയത് നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അവസരങ്ങളും ചോയ്സസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കൂടുതലൊന്നും നോക്കണ്ട. ഇവാൻ വുക്കോമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ തൻ്റെ ത്രിമൂർത്തികളുമായിട്ട് അരങ്ങേറിയ സമയത്ത് ആ ഒരു ടീമിനെ തൊട്ടടുത്ത സീസണിലേക്ക് നിലനിർത്താൻ ഈ ഒരു മാനേജ്മെൻറ്റ് മനസ്സ് കാണിച്ചില്ല. അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പകരം ടീമിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നല്ല സമയത്ത് യുവമാർ കാണിച്ച കഴപ്പുകളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി.